എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ വാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളുള്ളത് പാഞ്ചാലി മേടിലാണ്. കണ്ടില്ലേ, നമ്മൾ പാഞ്ചാലി മേടിൻ്റെ എൻട്രൻസിലാണ് ഉള്ളത്. ഈ സൈഡിൽ കണ്ടില്ലേ, നല്ല നിരനിരയായിട്ട് മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചതിനെ കാണാം. അങ്ങ് ദൂരെ വലിയൊരു കവാടം കാണാം. കണ്ടില്ലേ, പാഞ്ചാലി മേടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയും കാണാം കേട്ടോ. നല്ല കാറ്റാണ്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല കാറ്റാണ്. അപ്പം നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ എല്ലാ സമയത്തും നല്ല കാറ്റുള്ള ഒരു ഏരിയ കൂടിയാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാഞ്ചാലിമേടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ പാസ്സൊക്കെ എടുക്കണം കേട്ടോ. ഇവിടെ പാസ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് 25 രൂപയാണ്, പിള്ളേർക്ക് 15 രൂപയാണ് കേട്ടോ. അതിൽ 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് മറ്റ് പൈസ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ കണ്ടില്ല, ഒരു കൽമണ്ഡപം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നല്ല കിടിലമായിട്ടാണ് ഇവിടെ അത് പണിത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഒരു ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചാടുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിത് പാഞ്ചാലി മേടിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. നല്ല കല്ലുകൾ പാകിയ വഴിയാണ് കേട്ടോ ഉള്ളത്. അവിടെ മുകളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ പാഞ്ചാലിമേടിൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയും ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ കുറച്ച് ദൂരം കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ റോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ 400 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ താഴെ വരെ എന്താ പറയുക, റോപ്പയിൽ നമുക്ക് സഞ്ചരിക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം നമ്മൾ താഴെ പോയിട്ട് അവിടെ നിന്ന് നടന്നു വരുമൊന്നും വേണ്ട, നമ്മൾ ജീപ്പിൽ അവരെ തിരിച്ചു കൊണ്ടാക്കും കേട്ടോ. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പാഞ്ചാലി മേടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട് എന്ന സ്ഥലം. നമ്മുടെ KK റോഡിൽ നിന്ന് KK റോഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ കുമളിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുറിഞ്ഞപുഴ എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയായിട്ടാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് നമ്മുടെ മുണ്ടക്കയം തെക്കേമല വഴിയും ഇവിടെ എത്തിച്ചേരാം. മുണ്ടക്കയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരം കേട്ടോ നമ്മുടെ പാഞ്ചാലിമേടിനുള്ളത്. ഈ പാഞ്ചാലിമേടിനൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം അനുസരിച്ചിട്ട് പണ്ട് പാണ്ഡവരുണ്ടല്ലോ, നമ്മുടെ പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നുവെന്നും വനവാസകാലത്ത് അവർ പാഞ്ചാലിയോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പാഞ്ചാലിമേട് എന്ന് അറിയപ്പെടാനുള്ള കാരണം. പിന്നെ ഇവിടെ അതിൽ പഞ്ചപാണ്ഡവന്മാരിൽ ഭീമൻ്റെ കാൽപ്പാടുകളുള്ളൊരു ഗുഹയും ഉള്ളതായിട്ട് ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ധാരാളം മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ശക്തിയായ കാറ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ക്യാമറ വരെ പറന്നു പോകുന്ന രീതിയിലുള്ള അതിശക്തമായ കാറ്റാണ്. നമ്മൾ വരെ എന്താ പറയുക, ഇങ്ങനെ നല്ല ബലം പിടിച്ചാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടുത്തെ കാറ്റിൻ്റെ പവർ കണ്ടില്ലേ, ഫുൾ ടൈം ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഈ കാറ്റ് ആസ്വദിച്ച് അങ്ങ് ദൂരെയുള്ള മലനിരകൾ കാണേണ്ട കാഴ്ച അതിമനോഹരം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കൽപ്പടവിലൂടെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സൈഡിലായിട്ടൊരു പാഞ്ചാലി കുളമുണ്ട്. ആ പാഞ്ചാലി കുളം ലക്ഷ്യമാക്കിയാട്ടോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മഴയത്ത് ഇവിടെ നല്ല ഇടിമിന്നലുള്ള സമയത്ത് ഇവിടെ കയറി വരുന്നത് ഭയങ്കര അപകടകരമാണ് കേട്ടോ. കണ്ടില്ല, ഇവിടെ തന്നെ ഒരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇടിമിന്നലുള്ള സമയത്ത് നിങ്ങളിവിടെ കയറി വരരുത്, ഇവിടെ ഇടിമിന്നലുള്ള സമയത്ത് ഇവിടെ നിൽക്കുന്നത് അപകടകരമാണെന്നൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കാരണം ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇടിമിന്നലുകൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അത് ബാധിക്കുന്നത് കേട്ടോ. ഇവിടെയും ഒരു കൽമണ്ഡപം പോലത്തെ ഒരു മണ്ഡപം പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയായ പത്നിയായ പാഞ്ചാലി കുളിക്കാറുണ്ടായിരുന്ന പാഞ്ചാലിക്കുളം എന്നറിയപ്പെടുന്ന കുളമാണ് ആ ദൂരെ കാണുന്നത്. ഐതിഹ്യങ്ങളിൽ അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം പഞ്ചപാണ്ഡവന്മാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ പാഞ്ചാലി ഈ ഒരു കുളത്തിൽ വന്നാൽ കുളിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ പാഞ്ചാലി കുളം കണ്ടതിന് ശേഷം നമ്മൾ അവിടുത്തെ ആ ചെറിയ ഒരു കുന്ന് കയറി മുകളിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിശക്തമായ കാറ്റാണ്, നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റാത്ത കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ എന്താണെന്നുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ട്. അപ്പോൾ ആ മുകൾ വശവും കൂടി ഒന്ന് കണ്ട് അവിടുത്തെ കാഴ്ചകളും കൂടി ആസ്വദിച്ചതിന് ശേഷം പോകാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ പോകുന്ന വഴികളിലെല്ലാം സൈഡിൽ കുരിശുകൾ കാണാം കേട്ടോ. നമ്മുടെ കുരിശിൻ്റെ വഴി ഇവിടെ നടക്കുന്നുണ്ട്.
അപ്പം ആ കുരിശിൻ്റെ വഴിയുടെ ഭാഗമായിട്ട് കുരിശ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെല്ലുന്നിടത്തും ഇതിൻ്റെ അവസാനത്തെ കണ്ടില്ലേ 12 സ്ഥലങ്ങളാണുള്ളത് കുരിശിൻ്റെ വഴിയിൽ. അതിൽ 12ാമത്തെ സ്ഥലത്തിൻ്റെ കുരിശും കാണാൻ പറ്റും. അതേപോലെ വന്നിരിക്കാൻ വേണ്ടി അതിമനോഹരമായ രീതിയിൽ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് താഴെ പാഞ്ചാലിക്കുളം നല്ല അടിപൊളിയായിട്ട് കാണാം. അതിൻ്റെ തൊട്ട് പുറകിൽ ഇങ്ങനെ മടക്കായിട്ട് ഇങ്ങനെ മലനിരകളുടെ കാഴ്ചയും അതിമനോഹരമാണ്. കണ്ടില്ലേ, ഇതാണ് ഏകദേശം ഒരു പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ അധികം നേരം നമുക്ക് ചെവിയൊക്കെ മൂടാതെ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കാരണം അതിശക്തമായിട്ടാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെവിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അധികം നേരം നിൽക്കുന്നത്. കാരണം നമ്മൾ സാധാ പോലെയല്ല, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ശക്തമായിട്ടാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ മലനിരകളിൽ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മുകളിൽ നമ്മൾ അധികം സമയം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങി. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഒരു ക്ഷേത്രമുണ്ടെന്ന്. ആ ക്ഷേത്രത്തിൻ്റെ വഴികളിൽ ആ മുകളിലേക്ക് നമുക്ക് അവിടെ നിന്ന് നടന്ന് മേളിലേക്ക് വരുമ്പോൾ ഒരു പകുതിക്ക് വെച്ചാട്ടോ ക്ഷേത്രത്തിലേക്കുള്ള വഴി നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ വഴി ഞാൻ കയറി മുകളിലേക്ക് വരികയാണ്. ഇവിടെയും അതിശക്തമായ കാറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കരമായ കാറ്റാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽക്കൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ സൈഡിലായിട്ട് നമുക്ക് ക്ഷേത്രം കാണാം. അപ്പോൾ നമുക്ക് ക്ഷേത്രം കാണുന്നതിനേക്കാളും മുമ്പായിട്ട് നമുക്ക് തൊട്ട് താഴത്തെ ഇവിടെ നിന്നുകൊണ്ടുള്ള തൊട്ട് താഴത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണണം കേട്ടോ. അപ്പോൾ തൊട്ട് താഴെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയും ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ കാഴ്ചയാണ് കേട്ടോ. ചെറുതായിട്ട് മൂടൽമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണമാണെന്ന് തോന്നുന്നു കാഴ്ചകൾ അത്രയ്ക്ക് വ്യക്തമല്ല. എന്നിരുന്നാലും ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞത് ഇവിടെ തന്നെ വന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം മനോഹരമായൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ഈ സ്ഥലം സമ്മാനിക്കുന്നത്. കണ്ടില്ലേ, ചുറ്റും എവിടെ നോക്കിയാലും ഇങ്ങനെ മലനിരകളുടെ ഒരു ദൃശ്യഭംഗി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അതിശക്തമായ കാറ്റും, നമ്മുടെ തൊണ്ടയൊക്കെ അടഞ്ഞു തുടങ്ങി കേട്ടോ. അതുപോലത്തെ കാറ്റാണ്. അതുപോലെ ചെവിക്കൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. കാരണം കുട്ടികളായിട്ടൊക്കെ ഇവിടെ കയറി വരുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങ് ദൂരെ അവിടെ ഒരു ചെറിയ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രീ വെഡിങ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. കണ്ടില്ലേ, ഇതാണ് ക്ഷേത്രം. ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങനെ പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അതിമനോഹരമായിരുന്നു കേട്ടോ ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഈ കൽമണ്ഡപത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അധികം കാറ്റിൻ്റെ ശല്യമൊന്നുമില്ലാതെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അതിമനോഹരമായൊരു സ്ഥലമാണ്. പിന്നെ ഇടിമിന്നലും മഴയുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.